അമേസിംഗ്. യൂട്യൂബിന്റെ വീഡിയോ സിമ്പിൾ. ഒന്നുമില്ല ജസ്റ്റ് യൂട്യൂബിൽ അത് ഇതിനകത്തൊരു കംപ്ലൈന്റ് അത്രേ ഉള്ളൂ. ഇല്ല അങ്ങനൊന്നുമില്ല. ഓക്കെ, ലുലുമാളി വന്നിട്ട് വെറുതെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പരിപാടി ഞാനിപ്പോൾ കാണിച്ചു തരാം. എസ്കലേറ്ററാണ്, താഴത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് വീട്ടിൽ ദൂരെ മുകളിലോട്ട് പോകും. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ 1000 രൂപയ്ക്ക് ഒറ്റ സ്ഥലത്ത് നിന്ന് കഴിക്കാനായിട്ട് വരുന്നത്. കഴിക്കുന്ന സമയത്ത് തന്നെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കഴിച്ചതെന്നും ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ബില്ല് കൊടുക്കണം ഉള്ളതെന്നും നമുക്കൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാം. കഴിക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്ര ഒരു മാനസികാവസ്ഥയിലാണ്. അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ ഐറ്റംസ്, നമ്മൾ കഴിച്ച ഐറ്റംസ് എന്തൊക്കെയാണെന്നും ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കും. ഹേ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എടപ്പള്ളി ലുലുമാളിലാണ്. ഇവിടെ ഒരു ഓഫറുണ്ട്, അതായത് 850 ഒരു ഓഫറുണ്ട്. അപ്പോൾ ഈ ഓഫർ നമുക്ക് തരുന്നത് ഇവിടുത്തെ ബാർബിക്യൂ നേഷനാണ്. വീക്ക് ഡേയ്സിൽ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. വീക്കെൻഡ്സിൽ ഏകദേശം 999 ആണ്, പ്ലസ് ഒരു 50 രൂപ GST വരും. നമ്മളൊരു റീല് കണ്ടിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വരുന്നത്. അപ്പം ഇവിടെ നമ്മളെ കാത്ത് ഒരുപാട് വിഭവങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഒരു ഫുൾ ഡേ രാവിലെയും ഉച്ചയ്ക്കും പട്ടിണി ഇടുന്ന ശേഷം നമ്മുടെ ലവ് ഓൾ ബാഡ്മിൻ്റൺ ക്ലബ്ബിലെ സുഹൃത്തുക്കളെല്ലാം കൂടെ എടപ്പള്ളി ലുലുമാളിലെ ബാർബിക്യൂ നേഷനിൽ ഇന്ന് കൊടുക്കുന്ന 849 ഒരു ഫുൾ മീൽ ബൊഫെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വയറ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞങ്ങളെല്ലാവരും ഇന്നിങ്ങോട്ട് വന്നേക്കുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂറത്തെ ഗ്രൂപ്പ് പ്ലാനിങ്ങിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഐറ്റംസ്, റൈസ്, ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തൊടുകയേ ചെയ്യാൻ പാടില്ല. നമ്മൾ നോർമലായിട്ട് കഴിക്കാത്ത ഐറ്റംസ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടായിരുന്നു നമ്മുടെ വണ്ടിയിലിരുന്നുള്ള പ്ലാനിങ്സും കാര്യങ്ങളെല്ലാം. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കഥയൊക്കെ മൊത്തത്തിലങ്ങ് മാറി. അപ്പോൾ നമുക്ക് ഒന്നേന്നങ്ങ് തുടങ്ങാം. അകത്തേക്ക് കയറിയ ശേഷം നല്ല വൈഡായിട്ടുള്ള ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളിലേക്ക് ഞങ്ങൾ അങ്ങോട്ട് സെറ്റായി. ശേഷം അവിടെയുള്ള സ്റ്റാഫ്സിൽ 2 പേര് നമ്മുടെ ടേബിളിലായിട്ട് നല്ല കനൽ വറക്കുന്ന ഗ്രില്ല് അങ്ങോട്ട് കൊണ്ട് സെറ്റ് ചെയ്തു. ശേഷം നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള രശ്മി ചിക്കൻ കബാബ്, കോസ്റ്റൽ ബാർബിക്യൂ ഫിഷ്, ചില്ലി ഗാർലിക് പ്രോൺസ്, ചിക്കൻ സീഖ് കബാബ്, പഞ്ചാബി ടങ്ടി. നമ്മൾ നോൺ വെജ് ഐറ്റംസിലായിരുന്നു കൂടുതലും പ്രിഫർ ചെയ്തത്, അപ്പാർട്ട് ഫ്രം വെജിറ്റബിൾ സ്റ്റാർട്ടേഴ്സ്. ഇവരുടെ വെജിറ്റബിൾ സ്റ്റാർട്ടേഴ്സും വളരെ അടിപൊളിയാണ്. അസോർട്ടഡ് ഗ്രിൽഡ് കോൺ ആൻഡ് വെജ്, അങ്കാര പനീർ ടിക്ക, ആചാരി ഗ്രിൽഡ് മഷ്റൂം, ഹണി ചില്ലി പൈനാപ്പിൾ, ദഹി കെ കബാബ്, കജൂൻ പൊട്ടാറ്റോ, ക്രിസ്പി കോൺ അങ്ങനെ തുടങ്ങിയ വെജിറ്റബിൾ സ്റ്റാർട്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്തത് നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു. ഇതിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ചില്ലി ഗാർലിക് പ്രോൺസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ മെയിൻ കോഴ്സിലേക്ക് വന്നാലും നോൺ വെജ് ഐറ്റംസിൽ അപ്പാർട്ട് ഫ്രം ദ ചിക്കൻ സ്റ്റഫ്, തവ മട്ടൻ, കീമ പാഫ്, mutton rogan josh, chettinad fish curry and the chili garlic prawns as well. Broccoli, walroof, sprouts, latcha, dahi, cucumber, pasta, American corn തുടങ്ങിയ ഡിഫറെൻറ്റ് ഐറ്റംസ് ഓഫ് സലാഡ്സും ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ, ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ്, ഐസ്ക്രീംസ്, കുൽഫീസ് തുടങ്ങി ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഡെസേർട്ട്സും നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു. സോ ഇങ്ങനെയുള്ള ഒരു അടിപൊളി മീലാണ് നമുക്ക് ഇന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. സോ ഗൈസ്, അങ്ങനെ വളരെ സാറ്റിസ്ഫാക്ഷനോടെയാണ് നമുക്ക് ഇവിടെ ഇറങ്ങുന്നത്. ഇനിയൊരു അടുത്ത പ്രാവശ്യം ഇതുപോലെ സ്ഥലത്ത് പോകുന്നത് വരെ, അടുത്ത പ്രാവശ്യം കാണുന്നവരെ എല്ലാവർക്കും ബൈ.